കോഴിക്കോട് നമ്മളൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക കോഴിക്കോടുള്ള ബീച്ചായിരിക്കും. ബീച്ചിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാണെങ്കിൽ ഇവിടുത്തെ കടലും കടൽക്കാറ്റും തിരമാലയും അതേപോലെ ഗോൾഡൻ ടച്ചുള്ള നമ്മളെ മണലും ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പോകാൻ തോന്നില്ല. പോകാൻ നേരത്ത് നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നതാണ്, ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഇതൊക്കെ ഒന്ന് ആസ്വദിക്കായിരുന്നല്ലോ എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കായിരുന്നു. എന്നാൽ നിങ്ങളോട് പറഞ്ഞു വരുന്നത് പ്രസ്റ്റീജ് ഓഷ്യൻ പേളിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചാണ്. പ്രസ്റ്റീജ് ഓഷ്യൻ പേളിൻ്റെ പ്രൊജക്റ്റ് നമ്മളെ കാലിക്കറ്റ് ബീച്ചിൽ ബട്ട് റോഡിൽ 6.5 ഏക്കറിൽ വലിയ പ്രൊജക്റ്റായിട്ട് വരുന്നുണ്ട്. 6.5 ഏക്കറിൽ 4 ടവറുകളിൽ 530 യൂണിറ്റുകളാണ് ഇതിൽ വരുന്നത്. ഇതിൽ നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് കിട്ടുന്നത് ഇപ്പോൾ കോഴിക്കോട് സിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ 8,000 രൂപക്കോ അല്ലെങ്കിൽ 9,000 രൂപക്കോ ആണോ ഫ്ലാറ്റ് എടുക്കുന്നതെങ്കിലും ഏകദേശം ആ ഒരു റേറ്റാണ് ഇപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇന്ന് നവംബർ മാസം 4-ാം തീയതി 2025 ഈ കാലിക്കറ്റ് ബീച്ചിൽ ഇപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വേൾഡ് വൈഡായിട്ട് വാട്ടർ ഫ്രണ്ടേജ് പ്രൊജക്റ്റുകൾക്ക് ഹൈ ഡിമാൻഡ് ആണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദുബായിലാണെങ്കിലും മറ്റുള്ള കൺട്രീസിലാണെങ്കിലും ഒക്കെ തന്നെ അതാണ് വരുന്നത്. നമ്മൾ കോഴിക്കോട് ബീച്ച് വേൾഡ് ഫേമസ് ആണെങ്കിൽ കൂടിയിട്ട് ബീച്ചിൻ്റെ സൈഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ് ഒരു 10% പോലും വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ ഈ പ്രസ്റ്റീജിൽ തന്നെ ഈ പ്രൊജക്റ്റൊക്കെ വന്നതോടുകൂടി തന്നെ ഇപ്പോൾ മറ്റുള്ള ബിൽഡേഴ്സ് കൂടെ ഒക്കെ നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. നേരത്തെ ഇവിടെ ഗാലക്സി ഇവിടെ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ സ്കൈലൈൻ ബിൽഡേഴ്സ് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അപ്പോളോ ബിൽഡേഴ്സ്, അതേപോലെ പെൻറ്റഗൺ അടക്കമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ബിൽഡേഴ്സൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനി ഒന്നുകൂടെ കൂടിയിട്ട് വലിയൊരു ഏരിയ ആയിട്ട്, കോഴിക്കോടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് കാലിക്കറ്റ് ബീച്ച് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നാളെ നമ്മൾ ഇവിടെ ഒരു ഫ്ലാറ്റ് പിന്നെ എടുക്കണം എന്ന് വിചാരിച്ചാൽ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം ഇപ്പം ഇവിടുത്തെ പ്രൈസ് 8,000 9,000 രൂപ ആണെങ്കിൽ ഒരു 2 വർഷം അതല്ലെങ്കിൽ ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് 12,000 അല്ലെങ്കിൽ 15,000 രൂപ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എമൗണ്ടിലേക്കൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്.